മോഡിജിയുടെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യയിൽ അധിഷ്ഠിതമായ വിപ്ലവകരമായ മാറ്റമാണ്. ഡിജിറ്റൽ ഗവേണൻസ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഡിജിറ്റൽ ബാങ്കിങ്. ഇങ്ങനെ കഴിഞ്ഞ 11 കൊല്ലം മോഡിജിയുടെ ഡയറക്ഷനിൽ 73 ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഡെലിവറി ഓഫ് സർവീസ്, പബ്ലിക് സർവീസ്, എഫിഷ്യൻസി ഓഫ് സർവീസ്. ക്വിക്കായിരിക്കണം, ടൈം നഷ്ടപ്പെടാൻ പാടില്ല, എത്രയും വട്ടം കിട്ടണം. അത് മാത്രമല്ല ഈ പേപ്പർ പരിപാടിയൊന്നും വേണ്ട, പേപ്പർലെസ് ആയിരിക്കണം, കറപ്ഷൻ, സീറോ കറപ്ഷൻ. ഞാനിതിന് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് അറ്റ് ഹോം അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് പബ്ലിക് സർവീസസ്. സോ അൾട്ടിമേറ്റ്ലി once I give a missed call, process will start, agent will interfere, the officer in charge will interfere, they will collect the required documents, they will process everything, they will collect the fees, the service charges, and finally within the shortest time ഈ സാധനം ഇവിടെ ഡെലിവറി ചെയ്യണം. അതാണ് ഗവൺമെൻറ് അറ്റ് ഹോം അല്ലെങ്കിൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഓഫ് സർവീസസ്. അപ്പോൾ ആദ്യമൊക്കെ കുറേ ഇതൊക്കെ പറയും, ഇതൊക്കെ പറയും. ആദ്യം സ്വല്പം എന്താ പറയുക, സ്റ്റാർട്ടിങ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഇപ്പോൾ കോർപ്പറേഷൻ ഓഫ് ട്രിവാൻഡ്രത്തിൽ 10.5 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. അവർ ഹാപ്പി ആയിരിക്കണം. അതിനുവേണ്ടി അവർ ടാക്സ് വാങ്ങിച്ച് അവർ ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറിയും അവർ വരുന്ന കോസ്റ്റ് പാർട്ട്ലി ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഫുള്ളായിട്ട് തന്നെ അവരെ നിന്ന് എടുക്കാം. ബട്ട് ബിക്കോസ് ദേ ആർ സേവിങ് ടൈം ആൻഡ് ഓൾ. സോഫ്റ്റ്വെയർ വേണം, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് വേണം, അതിന് വേണ്ട ലാപ്ടോപ്പും ഐപാഡ് അങ്ങനെയുള്ള വേണം, അതിന് വേണ്ട ട്രെയിനിങ് വേണം, അതിന് വേണ്ടിയുള്ള ഫീൽഡ് സ്റ്റാഫ് വേണം, അതിന് വേണ്ടി ട്രെയിൻഡുള്ള നമ്മളെ ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരൊന്ന് ട്രെയിൻ ചെയ്യണം. അവൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പാട്. ഇപ്പോൾ ഇവർ പറയണമെന്നോ ഞങ്ങൾക്ക് ഇതേ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വേറെ മരുന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ പറ്റാൻ പറ്റത്തില്ല, ശമ്പളം വാങ്ങിക്കണം, ഇതൊക്കെ ചെയ്യണം. നിങ്ങളെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാം. വണ്ടിയാണോ വേണ്ടത്, പോകാനുള്ളത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആളിനെയാണോ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യണം, അവരെ റിവാർഡ് ചെയ്യണം, അവരെ ഹാപ്പി ആക്കണം, നമ്മുടെ സർവീസ് ഏജൻറ്റ് ഹാപ്പി ആക്കണം, നമ്മുടെ സിറ്റിസനെ പ്രൈമറി ആയിട്ട് ഹാപ്പി ആക്കണം.